എല്ലാ കുഞ്ഞായ്മത് നന്നായോ? ഓന്റെ പ്രസംഗാണ് കേൾക്കുന്നത്. മുത്തുനബിനെ അങ്ങനെ വർണ്ണിക്കുന്നു. എന്താലേ അല്ല, ഈ പണ്ഡിതന്മാർക്ക് കയറി പറയുന്ന ഈ നാവിക്ക് ഓനക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയും? ഞാനിങ്ങനെ അത്ഭുതപ്പെടുകയാണ്. അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായി ഇതിലധികം ആയുസൊന്നും ഉണ്ടാവില്ല. ഞാൻ കുറച്ചും കൂടി ഇങ്ങനെ ഇരുന്ന് കേട്ടോക്കി. പിന്നെ പറഞ്ഞു വരുന്നത് എന്തായാലും എന്നെ ഒരാൾ സ്വപ്നത്തിൽ കണ്ടാൽ കണ്ടത് എന്നെ തന്നെയാണ്. എന്റെ രൂപത്തില് ഞാനാണെന്ന് പറഞ്ഞിട്ടോ, ഞാനാണെന്ന് തോന്നിപ്പിച്ചിട്ടോ എന്റെ രൂപത്തിലോ ഒരു മേഖലയിലും എന്നെ അഡ്രസ് ചെയ്തുകൊണ്ട് പിശാചിനെ കടന്നു വരാൻ ഒരു വഴിയുമില്ല. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ നബി പറഞ്ഞൊരു കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. മുത്തുനബിയുടെ രൂപത്തില് സ്വപ്നത്തിൽ വരാന് പിശാചിന് കഴിയില്ല എന്നുള്ളത് അതും സത്യമാണ്. അതും ഓൻ പറഞ്ഞത് വളരെ കറക്റ്റാണ്. പക്ഷെ അതൊന്നല്ല എന്നെ അത്ഭുതപ്പെടുത്തിയത്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പറയുന്ന നോക്കുകയാണെങ്കിൽ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. എന്തിനാ ഈ ചങ്ങ ഈ രൂപത്തിലൊക്കെ പ്രഷറാകെ കൂടിയിട്ട് ഈ രൂപത്തിലൊക്കെ സംസാരിക്കുന്നു എന്നുള്ളത്. ഏതൊക്കെ പിശാചുവാദികളായ, ഏതൊക്കെ നശിച്ചതാവിന്റെ ഉടമകളായ, ഏതൊക്കെ വ്യാജന്മാരായ മൊയ്യേക്കന്മാര് അല്ലാഹുവിന്റെ റസൂലിനെ സാധാരണക്കാരൻ കണ്ടാൽ പിശാചായേക്കാമെന്ന് ഏതൊക്കെ ആളുകൾ വിസർജിച്ചാലും അതൊക്കെ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്താണ്. ആ പറഞ്ഞവൻ ഹമാഖത്ത് പറഞ്ഞവനാണ്. അവനാണ് ദുനിയാവിലെ ഏറ്റവും നമ്പർ 1 ഹമുക്ക് എന്ന് മനസ്സിലാക്കി അവന്റെ ഹമുക്ക് വാക്ക് ചെവിക്ക് പുറത്താക്കുക. അതിനെ നമ്മൾ അവഗണിക്കുക, അർഹിക്കുന്ന അവജ്ഞയോടെ വലിച്ചെറിയുക. അത് കേട്ടിട്ട് നമ്മൾ സ്വലാത്ത് ചൊല്ലാതിരിക്കരുത്. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടിട്ടോ, ആരാണ് ഈ പിശാചുവാദിയായിട്ടുള്ള മൂല്യർ എന്നുള്ളത്. ഞാൻ കുറെ നോക്കി. ഈ വിഷയത്തില് പല ആൾക്കാരുടെ പ്രസംഗം ഞാൻ പലപ്പോഴായിട്ട് കേട്ടിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ ആരാണ് ഈ പിശാചുവാദിയായിട്ടുള്ള ആള് എന്നറിയാൻ വേണ്ടി അങ്ങനെയാണ് ഞാൻ ഈ നൗഷാദിന്റെ പിന്നെ തുണക്കാരനായിരിക്കുന്ന നൗഷാദിന്റെ ഒരു പ്രസംഗത്തിന്റെ ഒരു ക്ലിപ്പ് കേൾക്കാനിടയായത്. അപ്പോഴാണ് എനിക്ക് ആളെ മനസ്സിലായത്. എന്തായാലും നൗഷാദ് പറയുന്നത് നമുക്കൊന്ന് കേട്ടോക്കാം. പിശാചിന് ഒരുപാട് രൂപത്തിൽ, ഏത് രൂപമാകട്ടെ, അതിലൊക്കെ പിശാച് വന്നിട്ട് പറയാ അന റസൂലുള്ളാഹ് പറയാന്നുള്ളതല്ല പ്രധാനം. അപ്പൊ ഇതാണ് വിഷയം. അപ്പൊ ഇവനാണ് ആ മൂല്യര്. എന്താ പറഞ്ഞ് ഏത് രൂപത്തിലും പിശാചിന് വരാൻ പറ്റുന്നത്. ആ രൂപത്തിലൊക്കെ വന്നിട്ട് പറയാം ഞാൻ റസൂലുള്ളാഹിയാണ് എന്നുള്ളത്. അതാണ് ഇവൻ പറഞ്ഞത്. അല്ലെ, കേട്ടില്ല? നിങ്ങൾ വ്യക്തമായിട്ട് കേൾക്കാൻ എന്താ പറഞ്ഞെന്നുള്ളത് വ്യക്തമായിട്ട് കേൾക്കണം. കേട്ടല്ലേ? അല്ലെ, ഞാൻ ഒന്നും കൂടി മണി കേൾപ്പിച്ചു തരാം. പിശാചിന് ഒരുപാട് രൂപത്തിൽ, ഏത് രൂപമാകട്ടെ, അതിലൊക്കെ പിശാച് വന്നിട്ട് പറയാ അന റസൂലുള്ളാഹ് പറയാന്നുള്ളതല്ല പ്രധാനം. അപ്പോ ഇവൻ ഇവിടെ പറയുന്നത് ഏത് രൂപത്തിലും പിശാചിന് വരാൻ പറ്റുന്ന. അപ്പൊ മുത്തുനബിയുടെ രൂപത്തിലും വരാം പിശാചിന് എന്നുള്ളതാണ് ഇവിടെ നൗഷാദ് പറയുന്നത്. അതല്ല ഇനി മറ്റുള്ള വല്ല രൂപത്തിലും പിശാചിന് വരാൻ പറ്റുമോ, അതും വരാൻ പറ്റും എന്നുള്ളതാണ് നൗഷാദ് ഇവിടെ പറയുന്നത്. ഇതല്ല ഇതിന്റെ സത്യാവസ്ഥ. എന്താണ് ഇതിന്റെ സത്യാവസ്ഥ അറിയുന്നത്? അതിവിടെ ജിഫ്രി മുത്തുകോയ തങ്ങളുടെ ഒരു പ്രസംഗത്തിന്റെ ഭാഗം ഈ നൗഷാദ് എന്നെ കേൾപ്പിക്കുന്നുണ്ട്. അത് ഞങ്ങളെ കേൾപ്പിക്കും. അപ്പൊ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവും. എന്താ സയ്യിദുൽ ഉലമ പറഞ്ഞ നമുക്കൊന്ന് കേൾക്കാം. ഇബ്രാഹിമിനെ കണ്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നീ വർക്കത്ത് കാണില്ല, നേരത്തെ കാണുന്നത് അതാ മനസ്സിലാക്കുന്നത്. വർക്കത്ത് പോയി നമ്മൾ കാണുമല്ലോ, പരിധി കാണും. കണ്ടത് അവരാവും ചെയ്യുക, അല്ലാതെ ചെയ്യുക, അത് വേറെ തന്നെ. നമ്മൾ കണ്ടുകൊണ്ട് കണ്ടവരായിക്കോളന്നില്ല. അത് ആരെ കണ്ടാലും അങ്ങനെ തന്നെ. റസൂലാനെ കണ്ടാലും അത് റസൂലാനെ ആയിക്കോളന്നില്ല. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരാൻ പറ്റില്ല എന്നുള്ളതാണ്. അല്ലാതെ ശൈത്താൻ ഞാൻ റസൂൽ എന്ന് പറയാനോട് മനസ്സിലായി. അവ ഈ കാണുന്നത് ചിലപ്പോൾ ശൈത്താനായിരിക്കും. റസൂലാന്റെ രൂപത്തിൽ ശൈത്താൻ വരും. അതാണ് ആ ഹദീസിന്റെ അർത്ഥം. അല്ലാതെ നമ്മൾ റസൂലാനെ കണ്ട റസൂലാനെ എന്നുള്ള അർത്ഥത്തിലല്ല. അത് ശൈത്താൻ എനിക്ക് റസൂലാന്റെ രൂപത്തിൽ രൂപപ്പെട്ട് വരാൻ സാധ്യത. അപ്പൊ റസൂൽ ആരാന്ന് മനസ്സിലാക്കണമെങ്കിൽ റസൂലാൻ നമ്മൾ കണ്ടേ. അപ്പൊ നൗഷാദിനെ ഇവിടെ ജിഫ്രി തങ്ങൾ തിരുത്തി. കേട്ടങ്ങള് റസൂലുള്ളാഹിന്റെ കോലത്തിൽ മാത്രം പിശാചിന് വരാൻ പറ്റൂല, മറ്റു പല രൂപത്തിനും വരാം. എന്നിട്ട് പറയാ ഞാൻ റസൂലുള്ളാഹിയാണെന്ന് കളവ് പറയാം. അതാണ് അതിന്റെ വസ്തുത. അങ്ങനെ ജിഫ്രി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതേ കാര്യം വേറൊരു ഉസ്താദും പറഞ്ഞിട്ടുണ്ട്. അത് നമ്മളിവിടെ മനസ്സിലാക്കണം ഈ വിഷയത്തിൽ കേട്ടോ. ഇനി ഈ കുഞ്ഞായ്മതിന്റെ കുറച്ച് പ്രഷർ ഇതിന്റെ പ്രസംഗത്തിൽ കേൾക്കുന്നുണ്ട്. അത് നമുക്കൊന്ന് കേൾക്കാം. റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കാണാൻ സാധാരണക്കാരായ ഞങ്ങൾക്ക് കഴിയില്ലല്ലോ. ഞങ്ങൾ കണ്ടാലും അത് റസൂലുള്ളാഹിയാണെന്ന് ഉറപ്പാക്കാൻ പറ്റൂലല്ലോ. അതൊരു തലയെക്കെട്ട് കെട്ടിയ മൊയ്യേര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അവൻ മൊയ്യേരല്ല, അവൻ മൊയ്യേര കോലത്തിൽ വന്ന ഈ നൂറ്റാണ്ടിന്റെ ശാപമായ ദജ്ജാലാണ് കേട്ടോ. അവന്റെ കെണിവലയിൽപ്പെട്ടിട്ട് മുസ്ലിമീങ്ങൾ കുടുങ്ങി പോകണ്ട. അവൻ നമ്പർ 1 കള്ളനാണ്. ദജ്ജാലൂന കദ്ദാബൂൻ. മുത്തു റസൂൽ പറഞ്ഞതിനപ്പുറം പറയുന്നവൻ അവൻ കള്ളനല്ലെങ്കിൽ, അവൻ ദജ്ജാലല്ലെങ്കിൽ, അവൻ നശിച്ചതാവിന്റെ ഉടമയല്ലെങ്കിൽ പിന്നെ ആരാ ദുനിയാവിൽ നശിച്ചവൻ? വേറെ ഇല്ലല്ലോ. അവന്റെ തലയെക്കെട്ട ഉസാറായാലും, അവൻ ഏതൊക്കെ രൂപത്തിൽ അണികളുള്ളവനായാലും, അവൻ ആരൊക്കെ ഇരുത്തി ഇന്റർവ്യൂ നടത്തിയാലും, ആരൊക്കെ രൂപത്തിൽ പിൻഗാമിയായി വരാൻ ശ്രമിച്ചാലും ആദർശപ്പൊരുത്തം ഇല്ലാത്ത, സുന്നത്ത് ജമാഅത്തുമായി ബന്ധമില്ലാത്ത പിഴച്ചവനാണ്. അവന്റെ ആ പിഴച്ചവാദം കേട്ടിട്ട് മുത്തുനബിന്റെ രൂപം ഒരിക്കലും പിശാചിന് കെട്ടാൻ കഴിയില്ല. പക്ഷേ പിശാച് വേറെ രൂപത്തിൽ വരും, എന്നിട്ട് മുത്തുനബിയാണെന്ന് പറയും. അതാണ് ഇവിടെ സംഭവം. പക്ഷെ ഇവന്റെ ഒപ്പമുള്ള നൗഷാദ് പറഞ്ഞത് യഥാർത്ഥത്തില് ഇവനാണ് ഈ സ്വപ്നത്തില്, ഇവന്റെ ഒപ്പമുള്ള നൗഷാദാണ് പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രൂപത്തില് പിശാച് വരും എന്ന് പറഞ്ഞ വ്യക്തി. അവിടെ വ്യക്തമായിട്ട് നിങ്ങളെ ഞാൻ മനസ്സിലാക്കി തന്നിരിക്കണം. ഇനി ഇത് മാത്രമല്ല, ഇവ ഇവിടെ സലാത്ത് എല്ലാം പറയുന്നുണ്ട് അല്ലെ, സലാത്തിനെ വർണ്ണിക്കുന്നുണ്ട്. കുഞ്ഞായ്മത് നമുക്ക് കേൾക്കാം, കുറച്ചും കൂടി കേൾക്കാം.
മുസ്ലിമീങ്ങളെ സ്വലാത്ത് ഒഴിവാക്കണ്ട, സ്വലാത്ത് ചൊല്ലിക്കോ. സ്വലാത്ത് ചൊല്ലി 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 നമ്മുടെ മനസ്സ് മറ്റൊരു മദീനയായി മാറട്ടെ. സലാത്ത് ചെല്ലി 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 നമ്മളുടെ മനസ്സ് മദീനയായിട്ട് മാറട്ടെ. അപ്പോ ഈ സലാത്തിനെ പരിഹസിക്കുന്നുണ്ട് ആര്? നൗഷാദ്. ആന്ന് കേട്ടോ കഞ്ഞി. മടിയന്മാർ പല വഴികളും പറഞ്ഞു തരും. മടിയന്മാര് പറഞ്ഞു കൊടുക്കത്ര സലാത്തി അല്ല മതി. ബാക്കി കുറച്ചും കൂടി പറയുന്നത് നമുക്ക് കേൾക്കാം. ചിലർ പറയും ഈ കാലത്ത് മശായിഖന്മാരെ കിട്ടുകയില്ല, അത് മടിയാണ്. സത്യസന്ധമായ അന്വേഷണം നടത്താതെ വീട്ടിലിരുന്ന് മശായിഖന്മാരെ കിട്ടൂല എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടാനാണ്? എന്നിട്ട് അതിന്റെ കൂടെ ഒരു ഓപ്ഷനും സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വലാത്ത് അങ്ങനെ ചെല്ലാം. സ്വലാത്ത് മശായിഖന്മാരുടെ സ്ഥാനത്ത് നിൽക്കും. നല്ല സുഖാണല്ലോ. ഈ കാലത്ത് മശായിഖന്മാരെ കിട്ടുകയില്ല, അത് മടിയാണ്, നമ്മൾ തെരഞ്ഞു നോക്കണം മശായിഖന്മാർ എവിടെ ഉള്ളത് എന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് നൗഷാദ്. അപ്പോ അതിന്റെ കോലപ്പ നമുക്ക് കാണുന്നുണ്ടല്ലോ അല്ലെ? മശായിഖന്മാരെ തെരഞ്ഞു നടന്നാണ് ഇവരൊക്കെ ഈ കോലത്തിൽ അധപ്പതിക്കുന്നതിന് കാരണം അതാണ് അല്ലെ? ഇവന്റെ മശായിഖന്മാരുടെ അവസ്ഥ എന്താ? ഇപ്പോ യഥാർത്ഥത്തിലുള്ള മശായിഖും പിന്നെ ഡ്യൂപ്ലിക്കേറ്റും മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ? അതുകൊണ്ടാണ് ഉസ്താദുമാർ പറഞ്ഞത് ഇന്നത്തെ കാലത്ത് അതിന് വലിയ പാടാണ് എന്നത്. ഇതിപ്പോ നമ്മുടെ ഉസ്താദുമാർ മാത്രമല്ല, AK വിഭാഗത്തിൽ ഒരു ഉസ്താദ് പറയുന്ന ഒരു ഭാഗം അത് ഞാൻ ഒന്നും നിങ്ങളെ കേൾപ്പിക്കട്ടോ. ഇവിടെ ക്ലിപ്പ് ഞാൻ കൊടുക്കാം. കിതാബുകളിൽ ആരാണ് ശൈഖ് മുറബ്ബി, ശൈഖ് മുറബ്ബിക്ക് ഉണ്ടായിരിക്കേണ്ട എന്തെല്ലാം ഗുണങ്ങളുണ്ട്, ആ ശൈഖ് മുറബ്ബി ഇപ്പോൾ ഉണ്ടോ എന്നൊക്കെ വിശകലനം ചെയ്തിട്ടുണ്ട്. ഇന്ന് ആ തരത്തിലുള്ള ശൈഖ് മുറബ്ബി ഇല്ല. ഉണ്ടെങ്കിൽ തന്നെ കള്ള ശൈഖന്മാർ പ്രത്യക്ഷപ്പെട്ടതുകൊണ്ട് അവർ തർബിയത്ത് നിർത്തിയിരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളെന്ത് വേണം? കിതാബും സുന്നത്തും അനുസരിച്ച് പ്രവർത്തിക്കുക. ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക. ഇതാണ് കിതാബുകളിലൊക്കെ പറയുന്നത്. ഇത് KT മാനു മുസ്ലിയാർ EK വിഭാഗത്തിന്റെ ആദ്യകാല നേതാവാണ്, മരണപ്പെട്ടു പോയി. അപ്പോ അന്ന് മഹാനവറുകൾ പറഞ്ഞ ഒരു വിഷയമാണ് കേട്ടില്ല നിങ്ങൾ? മഹാനവറും സലാത്ത് ചെല്ലാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലെ? നമ്മൾ വ്യക്തമായിട്ട് അതിൽ കേൾക്കും ചെയ്തു. എന്നിട്ട് ആ സലാത്തിനാണ് ഇവിടെ നൗഷാദ് പരിഹസിക്കുന്നത്. വീട്ടിലിരുന്ന് മശായിഖന്മാരെ കിട്ടൂല എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടാനാണ്? എന്നിട്ട് അതിന്റെ കൂടെ ഒരു ഓപ്ഷനും സ്വലാത്ത് ചൊല്ലിയാൽ മതി എന്ന് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് സ്വലാത്ത് അങ്ങനെ ചെല്ലാം. സ്വലാത്ത് മശായിഖന്മാരുടെ സ്ഥാനത്ത് നിൽക്കും. നല്ല സുഖാണല്ലോ. പറഞ്ഞിട്ടില്ലേ സലാത്തിൽ ഇങ്ങനെ ഇരുന്നാൽ മതി, നല്ല സുഖാണല്ലോ എന്ന് പറഞ്ഞിട്ട് അതിനങ്ങോട്ട് ആക്കുകയാണ്. ഉസ്താദ്മാരൊക്കെ നമ്മളോട് പറയാറുണ്ടല്ലോ സലാത്തി ഇല്ലാ മതിട്ടോ, മുത്തിനയുടെ പേരിലാണ് സലാത്തി ഇല്ലിക്കോ എന്നൊക്കെ പറയാറുണ്ട്. അങ്ങനെ ആ പറഞ്ഞു തരുന്നതിനെയാണ് ഈ രൂപത്തിൽ പരിഹസിക്കുന്നത്. അതൊന്നുമല്ല, അതിലും വലുതാണ് ഇവരെ മശായിഖന്മാര് എന്നാണ് പോകാൻ പറയുന്നത്. പിന്നെ മശായിഖന്മാരെ പോലെ നമ്മൾ കാണുകയും ചെയ്തല്ലോ. കുഞ്ഞായ്മത് ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇപ്പൊ എന്തിനാര്യങ്ങള്? അത് മറ്റൊരു വിഷയത്തിനാണ്. അതെവിടെ ഇനിയിപ്പോ ഇതിന്റെ പ്രധാന പോയിന്റ് എടുക്കുന്നത്. എന്തായാലും നമുക്ക് കേട്ടോക്കാം. എന്നിട്ട് ആ മുത്തിനെ ഒന്ന് കാണണം. നമ്മൾ പാപികളാണ്, ദോഷികളാണ്, അരുതായ്മകൾ പലതും സംഭവിച്ചിട്ടുണ്ട്. കുഞ്ഞായ്മതേ അരുതായ്മനോട് സംഭവിച്ചിട്ടായിരുന്നൊക്കെ ഒരിക്കലും മുത്തുനബിനെ കാണാൻ കഴിയില്ലടാ, കഴിയില്ല. കാരണം എന്താ അറിയോ? ഇപ്പൊ കാണണേ കുറച്ച് പണിയാ. അപ്പൊ ഇവന്മാരുടെ അഭിപ്രായത്തിൽ ഏതൊരാൾക്കും കാണാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇപ്പൊ മറ്റൊരു പത്ത് വെച്ച് കൊടുക്കുന്നത്. അപ്പൊ പിശാജിന്റെ രൂപത്തില് പിശാജ് മറ്റൊരു രൂപത്തിൽ മുത്തുനബി എന്ന് പറഞ്ഞ കളവ് പറഞ്ഞിട്ട് വരുന്നത് ഈ കാരണം. അങ്ങനെ ഇനിയിപ്പോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അങ്ങനെ എന്താ വെച്ചാൽ നല്ല ആൾക്കാർക്കേ കാണാൻ പറ്റുള്ളൂ. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ പണ്ഡിതന്മാരെ പുറപ്പിച്ച് പറഞ്ഞതുമാണ്. അപ്പൊ ഈ വിഷയം ഇങ്ങനെ പത്ത് വെച്ച് കൊണ്ടുവരുന്നത് എന്തിനു വേണ്ടിയിട്ടാരോ? അതിനിപ്പോ എന്റെ പ്രശ്നത്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതേ മുത്ത് റസൂലിനെ കണ്ടവർക്കല്ലേ അവരെ കുറിച്ച് പറയാനാകൂ. ആ മശായിഖന്മാര് പറഞ്ഞു തന്ന രൂപം കൽബിലേക്ക് കൊണ്ടുവന്നിട്ട് നമ്മൾ സ്വലാത്ത് വർദ്ധിപ്പിക്കും. കേട്ടില്ലേ? ഇപ്പൊ ഇതാണ് ഇപ്പൊ ഇവിടെ വിഷയം കേട്ടോ. മുത്തുനബിനെ കണ്ടവർക്കല്ലേ അതിന്റെ കോലം അറിയോ എന്നാ പറയുന്നത്. അപ്പൊ ആരപ്പൊ കണ്ടത്? ഇവിടെ മശായിഖിന്റെ പേരും പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ പണ്ഡിതന്മാര് പറയും അങ്ങനത്തെ ആയിട്ടുള്ള മശായിഖന്മാര് ശരിക്കുള്ള ആൾക്കാരൊന്നല്ല. അവർക്ക് ഒരിക്കലും മുത്തുനബിയെ കാണാൻ കഴിയില്ല. ഓരിഞ്ഞപ്പോ അങ്ങനെ കണ്ടു എന്ന് പറഞ്ഞാൽ തന്നെ അത് പിശാചി വേറെ വല്ല രൂപത്തിലും ഓരോ മുന്നിൽ വന്നതാവാം. അല്ലാതെ ഓർക്കൊന്നും ഒരിക്കലും കഴിയില്ല എന്ന് പണ്ഡിതന്മാരുടെ പൊതുസമൂഹത്തിന് മുന്നിൽ പറഞ്ഞു കൊടുക്കണം. അപ്പൊ ഇവനക്ക് അതൊക്കെ ഒന്ന് മാറി കിട്ടണം. എന്നാലുള്ള ഇനിയിപ്പോ കോമാളം മുത്തുനബിനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞുകൊണ്ട് പുതിയ രീതിയിൽ വരാൻ പറ്റുള്ളൂ. ഇപ്പൊ ബെന്മാർക്കൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട്. അതാണ് മശായിഖന്മാർ എന്ന് പറയുന്നത്. നമുക്ക് തന്നെ അറിയില്ല എങ്ങനെ ഈ ഗ്ലോബൽ വില്ലേജിൽ അവിടെ ഇവിടെ ഒക്കെ കറങ്ങുന്ന ഇയാൾക്ക് എങ്ങനെ മുത്തുനബിനെ കാണാൻ കഴിയും? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, ഒരിക്കലും കഴിയില്ല. തങ്ങളാണ് അവിടത്തെ വാരിസീങ്ങളായ മശായിഖന്മാരാണ്. ആ ഒരു ബോധം നമ്മുടെ കൽബിലുണ്ടാകണേ. ആ നിലക്കാണ് ഓന്റെ മശായിക്ക്
അതുപോലൊക്കെ മുത്തുനബിയുടെ ആൾക്കാരാണ്, അവിടെ അടുത്തവരാണ് എന്നൊക്കെ ഇങ്ങോട്ട് പറഞ്ഞിട്ട് പൊതുസമൂഹത്തെ അങ്ങോട്ട് തെറ്റിദ്ധരിപ്പിക്കണം. കോമാട് അത്തിരി താന്ന ആളാണ്, ഓനക്ക് ഒരിക്കലും അങ്ങനെ ദർജയ്ക്ക് ഉയരാൻ കഴിയില്ല. അപ്പൊ ഈ പണ്ഡിതന്മാരെ അങ്ങോട്ട് കൊച്ചാക്കിയിട്ട് ഓരോട് ഒതുക്കി കഴിഞ്ഞാൽ ഒരു ഉന്നതയിൽ എത്താന്നാണ് ഇവര് കരുതുന്നത്. ഇവര് വെഡ്ഡികളുടെ സ്വർഗത്തിലെന്നല്ല പിന്നെ വേറെ എവിടെ ഇവരൊക്കെ ഉള്ളത്.